ഹായ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ഫീലിങ്സിന് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും നൽകുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള 5 പ്രധാനപ്പെട്ട സൈൻസ് ആണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് എന്ത് കാര്യത്തിലും അഥവാ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു അബദ്ധം സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ രണ്ട് കൂട്ടരുടെയും പ്രശ്നം കൊണ്ടല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ജീവിതത്തിലൊക്കെ സംഭവിക്കുക, അങ്ങനെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, എന്തൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാലും അതിൻ്റെ ഫാൾട്ട് നിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദേഹത്തേക്ക് ഇടുക. നീ കാരണമാണ് അത് സംഭവിച്ചത്, നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിന് യാതൊരു പ്രാധാന്യവും നൽകാത്ത വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഡ്രാമയായിട്ടൊക്കെ അവർ കാണും. ഇനി അതല്ല, നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്, അതിന് നിങ്ങളൊരു തിരിച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ നീ വെറുതെ ഡ്രാമ കളിക്കാതെ നീ കാര്യം എന്താ വെച്ചാൽ പറ, അങ്ങനെയൊക്കെ എപ്പോഴും നിങ്ങളൊരു ഡ്രാമ പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ മുദ്ര കുത്തുക. എപ്പോഴും ഒരു നാടകം കളിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസമില്ല എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന രീതിയിലൊക്കെ ടോക്ക് ചെയ്യുക. അങ്ങനത്തെ ഒരാളാണെങ്കിലും നിങ്ങളുടെ ഫീലിങ്സിന് യാതൊരു പ്രാധാന്യവും നൽകാത്ത വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി മൂന്നാമതായിട്ട് പറയുന്നത്, ഹൗ ആർ യു എന്ന് മീനിങ് വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നും കാണുക. അങ്ങനെ കാണത്തില്ല അല്ലെങ്കിൽ ചോദിക്കത്തില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യാതൊരു വിധത്തിലുള്ള ഫീലിങ്സിനും പ്രാധാന്യം നൽകാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖമാണോ, സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കത്തില്ല, അത് ചോദിക്കത്തില്ല. മാത്രമല്ല, നിങ്ങൾ സുഖമായിട്ടിരിക്കാൻ വേണ്ട സൗകര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്തു തരത്തുമില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷനും ആ ഒരു ഫീലിങ്സിനും പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, എപ്പോഴും ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുക. അവർ ചിലപ്പോൾ തൊട്ടടുത്തുണ്ടായിരിക്കാം, പക്ഷെ എന്നാലും ഞാൻ ഒറ്റക്കാണ് എന്നുള്ള തോന്നലുണ്ടാവുക. ചിലപ്പോൾ നമ്മളോട് സംസാരിക്കത്തുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ടാവില്ല. ഒരു ഫിസിക്കലി ഉള്ള ടച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. അപ്പോൾ ചില ആളുകൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ഫീലിങ്സിന് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രസൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സിന് യാതൊരു പ്രാധാന്യവും നൽകാത്ത വ്യക്തിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു ആർഗ്യുമെന്റ് നടത്താനോ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഭയം ഉണ്ടായിരിക്കുക. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ബാധിക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം അതും എൻ്റെ തലയിൽ തന്നെ വന്ന് വീഴും, അതിൻ്റെ ഫാൾട്ടും ഞാനാണ് എന്നുള്ള രീതിയിലായിരിക്കും അവസാനം വരിക എന്ന് പേടിച്ചുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് നടത്തുകയോ ചെയ്യാൻ ഭയക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ ആ ഒരു ഫീലിങ്സിനോ ആ ഒരു ഇമോഷനോ യാതൊരു പ്രാധാന്യവും നൽകാത്ത വ്യക്തിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഏകദേശം 5ഓളം കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കത് ശരിയാക്കിയെടുക്കാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ബോണ്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിന് കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. എന്തൊക്കെയാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ടീം സപ്പോർട്ട് ചെയ്യും. എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കിട്ടിയാൽ മതി, നമ്മുടെ ടീമിൻ്റെ സപ്പോർട്ട് മതിയെങ്കിൽ അവർ നിങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.